ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര കൊല്ലത്തേക്കാണ്. കൊല്ലം സാമ്പ്രാണിക്കൊടി കാണാനായിട്ടുള്ള യാത്ര. ഇന്നത്തെ യാത്ര ട്രെയിനിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണം. ഞാനും എൻ്റെ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ കാത്തിരുന്നു. ട്രെയിൻ വന്നു. ഇപ്പോൾ നമ്മൾ കൊല്ലത്തിറങ്ങി. ഇവിടുന്ന് ബസ്സിൽ പോകണം. ഇവിടുന്ന് ബസ്സിൽ നമ്മൾ കുരീപ്പുഴ പള്ളിയിൽ ചെല്ലണം. അവിടെ നിന്നാണ് ബോട്ടുള്ളത്. ഇതാണ് കുരീപ്പുഴ പള്ളി. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ പള്ളി ഗ്രൗണ്ടിൽ വണ്ടിയിൽ വരുന്നവർക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ന് ബോട്ടിൽ പോകാം. അപ്പോൾ വന്നപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ ഒന്ന് കയറി കണ്ടു. വലിയ പള്ളിയാണ്. ഇതാണ് കുരീപ്പുഴ ബോട്ട് ജെട്ടി. പള്ളിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് നമ്മുടെ അവിടെ സാമ്പ്രാണിക്കൊടിയിലേക്ക് ബോട്ട് ദൂരെ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഇത് ബോട്ടിൽ കൊണ്ടുപോകും. നമ്മളപ്പുറത്തേക്ക് ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് ബോട്ടിൽ അപ്പുറത്തേക്ക് പോകാൻ. ഇവിടെ വന്നപ്പോൾ തന്നെ എന്തൊരു ഫീലാണ് കാണാനല്ലേ. നല്ല കാറ്റ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടുന്നത്. നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. 300 രൂപയ്ക്ക്. ഒരു തൃശ്ശൂരിൽ നിന്നാണ് മദർമാർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരും നമ്മളുടെ ബോട്ടിലുണ്ടായിരുന്നു. ഒരുപാട് ബോട്ടുകളുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. ബോട്ട് പോകാനുള്ള ബോട്ടിൽ 12 പേർക്ക്. ഞങ്ങൾ 2 പേരും ബാക്കി മദർമാരും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് അപ്പുറത്തേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ ഈ കടലിനോട് അടുത്ത് ചേർന്ന് നടക്കുന്നത് ഇവിടെ ഉപ്പോളാണ്. നല്ല കാറ്റുണ്ടായിരുന്നു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ. ബോട്ടിൽ പോകുമ്പോൾ ബോട്ടിലെ ആൾ പറഞ്ഞു തന്നു, ഇവിടെ ഡ്രഡ്ജ് ചെയ്ത് ഇങ്ങനെ മണ്ണ് കൂട്ടിയതാണ്. അങ്ങനെ അവിടെ കണ്ടൽക്കാട് ഉണ്ടാക്കിയെടുത്തതാണത്. പക്ഷെ നമുക്ക് 2 സ്ഥലത്തു നിന്ന് നമുക്ക് ഇവിടേക്ക് വരാം. ഒന്ന് ദൂരത്ത് കാണുന്ന സ്റ്റോപ്പാണ്. അത് വേറെ റൂട്ട് വഴിയാണ്. അതെനിക്കറിയത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ബോട്ടുകൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ 2 കടവിലേക്കും നേരത്തെ പോയ ആൾക്കാരെ തിരിച്ചിറക്കാനാണ് വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ ഉള്ളൂ.
നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു തട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തട്ടിലാണ് നമ്മൾ കൊണ്ടിറക്കുക. പിന്നെ അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് നടന്നു പോകാം. പിന്നെ മുട്ടറ്റം വരെ വെള്ളമുള്ളൂ. ചില ഭാഗത്ത് കാൽപാദം മൂടി വെള്ളമുള്ളൂ. കായലിൻ്റെ നടുക്കാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അല്ലേ? ഇത്രയും ചെറിയ തുരുത്ത് മുട്ടറ്റം വെള്ളത്തിൽ നടക്കണം. ഉപ്പോഴാണ് ഇവിടെ കടലിൽ കയറാൻ ഉപ്പോഴാണ്. ഇതിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. കൈതച്ചക്ക, മാങ്ങ ഇതെല്ലാം ഉപ്പിലിട്ട് വയ്ക്കുന്നത്. ഒരുപാട് കച്ചവടക്കാരുണ്ട്. എല്ലാത്തിനും ഭയങ്കര വിലയാണെന്ന്. അപ്പോൾ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഇവരിങ്ങനെ മാങ്ങ കയറി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കൈതച്ചക്ക, പൈനാപ്പിൾ. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചു ഒരു കപ്പ് 50 രൂപയാണ് ഒരു കപ്പിലിട്ട്. 1 രൂപയ്ക്കുള്ള പൈനാപ്പിൾ. അപ്പം നമുക്ക് പോകാൻ സമയം 3/4 മണിക്കൂറാണ് നമുക്കിതിൽ ടൈം തരുന്നത്. അത് കഴിഞ്ഞ്
അവരുടെ ഫോൺ നമ്പർ ഉണ്ട്, അപ്പോൾ അവരെ വിളിച്ചാൽ നമുക്ക് നമ്മളെ തിരിച്ചു പോകും. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ബോട്ടിൽ വേണം തിരിച്ചു പോകാനായിട്ട്. അവരെ ബോട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന മദർമാരെല്ലാം റെഡി ആയിട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു. അങ്ങനെ സാമ്പ്രാണിക്കൊടിയോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഫ്രണ്ട് സീറ്റ് കിട്ടുന്ന കിട്ടി. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ബാക്കിലെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അതിൽ സംസാരിക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്ര നാളത്തെ യാത്രയില്ല, നല്ലൊരു യാത്രയായിരുന്നു ഇത്. ഒട്ടും മടുപ്പില്ല. ഇഷ്ടംപോലെ കെട്ടുവള്ളങ്ങളും ചെറിയ ചെറിയ വള്ളങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൂരെ കാണുന്ന പാലമാണ്. അവിടെ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് കുരിപ്പുഴ ബോട്ട് ജെട്ടിയിൽ തിരിച്ചു. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.